ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണേ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പിന്നെ നമ്മുടെ ചക്കിമോടെ നൂലുകെട്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അതൊന്നും കൊണ്ട് ശരിയാവുന്നില്ല, എങ്കിലും നോക്കട്ടെ, പറ്റുന്ന പോലൊക്കെ കുറച്ചിടാൻ നോക്കാം. നൂലുകെട്ട് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണ് കേട്ടോ, ക്ഷീണത്തിലിരിക്കുക. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അങ്ങനെ രാവിലെ നമ്മളെല്ലാവരും കൂടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പോകാനെ കൊണ്ടിറങ്ങി. അപ്പോൾ 9-നും 9:45 ഇടയ്ക്കുള്ളൊരു സമയത്തായിരുന്നു കുഞ്ഞിൻ്റെ നൂലുകെട്ട്. അപ്പോൾ നമുക്കൊരു 9 മണി കഴിയുമ്പോഴത്തേനും അങ്ങ് ചെല്ലണമായിരുന്നു. അപ്പോൾ മോള് നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോയാണ് കുഞ്ഞുവാവെ പ്രസവിച്ചതിൻ്റെ അന്നുള്ള ഫോട്ടോയാണ്. അപ്പോൾ മോളും മരുമോളും എടുത്തായിരുന്നു വീഡിയോ, ഞാനൊന്നും എടുത്തില്ല. അത് തന്നെയല്ല, വീഡിയോ ഇട്ടതുമില്ല. അപ്പം ഇത് അന്ന് അവളെ പ്രസവിച്ച ദിവസം കിട്ടിയ വീഡിയോ, നമുക്ക് അന്നത്തെ ഫോട്ടോയാണിത്. അങ്ങനെ ഞങ്ങൾ ചക്കിമ്മൂടെ വീട്ടിൽ ചെന്നു. അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്നു നൂല് കെട്ടാനായിട്ട് കുഞ്ഞിന്. അങ്ങനെ കുഞ്ഞിന് നൂല് കെട്ടാനൊക്കെ നൂല് കെട്ടി മോന്. അപ്പോൾ ആ വീഡിയോ ഒന്നും ഇട്ടിട്ട് എനിക്കതിൽ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വേറെ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയോ ആയി കിടന്ന വീഡിയോ ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ കളഞ്ഞു. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ കുഞ്ഞിനെ അരിഞ്ഞാണമൊക്കെ എടുത്ത് കെട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, വീഡിയോ ഇടുന്നതൊക്കെ അങ്ങ് പോകുന്നുണ്ട്. എന്തോ സംഭവം എന്നറിയത്തില്ല. കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല, എങ്കിലും ഒന്നുകൂടെ എൻ്റെ കൂട്ടുകാരെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾ പോയിട്ട് ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ചു പോരുന്നു. തിരിച്ചു പോന്ന് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് നോക്കി, പക്ഷേ പറ്റിയില്ല. എന്തൊക്കെയോ കാരണത്താൽ വീഡിയോ കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാനതെല്ലാം മാറ്റി. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ, അടുത്തല്ല, കുറച്ചും കൂടെ പോകണം. തുമ്പമൺ, അതിനപ്പുറത്ത് കുറച്ചും കൊണ്ട് പോകേണ്ട അമ്പലക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് മോൻ്റെ ഭാര്യ വീട്. അപ്പോൾ പിന്നെ മോള് ഇന്നും അതേപോലെ തന്നെ അപ്പിച്ചിയുടെ കയ്യിലിരിക്കുകയാണ്. നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് അപ്പിച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇങ്ങ് താന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിച്ചു. അപ്പോൾ ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ഏട്ടൻ വാങ്ങിച്ചത്. പക്ഷേ ഏട്ടൻ്റെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഉറക്കമായി. എന്തോ പാവം കുഞ്ഞാണ്, നല്ല ഉറക്കത്തിൽ ഭയങ്കര ഉറക്കം. ഏട്ടൻ കുറേ നേരം ഇരുന്ന് നോക്കി, അവൾ ഉണർന്നില്ല. പിന്നെ ഇതാണ് കുഞ്ഞാവയുടെ അച്ഛനും അമ്മയും. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് കരിവളയൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി, ഞാൻ ആ കണ്ണൊക്കെ എഴുതിയത് കണ്ണൊക്കെ എഴുതി ഞങ്ങൾ ചുന്ദരിയാക്കി. പിന്നെ ഞാൻ കുറച്ച് നേരം എടുത്തുകൊണ്ടിരുന്നത്, ഇത് കണ്ണെഴുതിന് മുമ്പ് എടുത്ത ഫോട്ടോ ആയിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയായിരുന്നു. പിന്നെ വന്ന വഴിക്ക് ഇച്ചിരി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇച്ചിരി മുരിങ്ങയ്ക്ക, പച്ചമുളക്, കൊച്ചുള്ളി, തക്കാളി, ഇത് ഇത്രയും വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് മോനൊക്കെ കടയിൽ പോയപ്പം പിന്നെ ഇച്ചിരി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് അരി അടപ്പത്തിട്ടു. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാന്താരി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം, കരിയാപ്പല, ഇത്രയും കൂടി ഇട്ടതാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ടു. എന്നിട്ടും ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പിടാൻ നേരത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയി കൂട്ടത്. ഞാൻ അരപ്പിൽ തന്നെ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ.
നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. അതിനുശേഷം നമ്മുടെ വീട്ടിലെ തന്നെ മാവിൽ നിന്നൊരു മാങ്ങ പറിച്ചു, അതും കൂടെ നമ്മുടെ മീൻതോറിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മുടെ മീൻതോറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി. ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ, അപ്പോഴേ വീഡിയോ എടുത്തില്ല, മറന്നുപോയി കൂട്ടുകാരെ. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ചു, ഒത്തിരി വെള്ളമില്ല, കുറച്ച് അവിടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടപ്പത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻതോരൻ റെഡിയായി. കണ്ടോ, മാങ്ങായും തക്കാളിയും ഒക്കെ ഇട്ട മീൻതോരന്. കൂട്ടുകാർക്ക് കൊതിയാവുന്നുണ്ടോ മീൻതോരൻ കഴിക്കാൻ? ഇപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല മീൻതോരന. പിന്നെ നമുക്ക് ഇന്നലെ കറി വെച്ച മീനിൻ്റെ ഇരിച്ചിരി ഉണ്ടായിരുന്നു, അതും എടുത്ത് ചൂടാക്കി. അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുത്തായിരുന്നു ഞാൻ. നമ്മൾ മത്തേലയും പയറേലയും കൂടി ഇട്ട് തോരൻ വെച്ചത്, സാമ്പാർ. അപ്പോൾ ഏട്ടന് കഴിക്കാൻ കൊടുത്ത് ഏട്ടന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്ത്. അങ്ങനെ പിന്നെ വീഡിയോ എടുത്തു. അപ്പം നല്ല മഴയായിരുന്നേ. അപ്പോൾ ആ മഴയ്ക്കൂടെ നമ്മുടെ മുറ്റത്തൊക്കെ ഒരുവിധം വെള്ളമായി. മഴവെള്ളമാണ്, അതങ്ങ് മാറിപ്പോക്കോളും. പെയ്ത്ത് വെള്ളമാണ്, എളുപ്പം അങ്ങ് മാറും. 2 തേങ്ങ കിടക്കുന്നുണ്ടോ കൂട്ടുകാരെ? അപ്പം ഞാൻ നമ്മുടെ അടുക്കളയ്ക്കകത്ത് നിന്ന് നോക്കിയപ്പോൾ കാണുന്ന ഭാഗമാണ്. തോട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഏറുന്നുണ്ട്. വെള്ളം ഏറുന്ന പോലെ തന്നെ എളുപ്പം വെള്ളം വലിഞ്ഞ് മാറുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം. അപ്പോൾ ബൈ കൂട്ടുകാരേ.